രാജാക്കന്മാർ 2-ാം പുസ്തകം അധ്യായം 14. ഇസ്രായേൽ രാജാവായ യെഹോവാഹാസിന്റെ മകനായ യോവാഷിന്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യ രാജാവായി. അവൻ ഭരണമേറ്റപ്പോൾ 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം ഭരിച്ചു. യെരൂശലേംകാരിയായ അവൻ്റെ അമ്മയ്ക്ക് യോഹൂ അദ്ദോൻ എന്നു പേർ. അവൻ ദൈവത്തിന് പ്രസാദമായത് ചെയ്തു, എങ്കിലും തൻ്റെ പിതാവായ ദാവീദിനെ പോലെയല്ലായിരുന്നു. തൻ്റെ പിതാവായ യെഹോവായാഷ് ചെയ്തതുപോലെയെല്ലാം അവൻ ചെയ്തു. എങ്കിലും പൂജാഗിരികൾ നീക്കിയില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചു ധൂപം അർപ്പിച്ചും പോന്നു. രാജ്യത്വം അവന് സ്ഥിരമായപ്പോൾ തൻ്റെ പിതാവായ രാജാവിനെ കൊന്ന ഭൃത്യന്മാരെ അവൻ കൊന്നുകളഞ്ഞു. എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് ദൈവം കൽപ്പിച്ചതായി മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് അവൻ ആ കൊലപാതകന്മാരുടെ മക്കളെ കൊന്നില്ല. അവൻ ഉപ്പുതാഴ്വരയിൽ വെച്ച് ഏദോമിരിൽ 10,000 പേരെ കൊന്നു. സേലയെ യുദ്ധത്തിൽ പിടിച്ചു. അതിന് യൊക്ലേയേൽ എന്ന് പേർ വിളിച്ചു. അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. ആ കാലത്ത് അമസ്യ യേഹൂവിൻ്റെ മകൻ യെഹോവാഹാസിൻ്റെ മകൻ യെഹോവാഷ് എന്ന ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. വരിക, നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യെഹോവാഷ് യഹൂദ രാജാവായ അമസ്യായ്ക്ക് മറുപടി പറഞ്ഞയച്ചത്: ലെബനോനിലെ മുൾപ്പടർപ്പ്, ലെബനോനിലെ ദേവദാരുവിനോട് നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരിക എന്ന് ആളയച്ചു പറയിച്ചു. എന്നാൽ ലെബനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു പോകുമ്പോൾ മുൾപ്പടർപ്പിനെ ചവിട്ടിഞ്ഞെരിച്ചു. ഏദോമിരെ തോൽപ്പിച്ചതുകൊണ്ട് നീ നിഗളിച്ചിരിക്കുന്നു. അഹങ്കാരവുമായി നിന്റെ വീട്ടിലിരുന്നു കൊള്ളുക. നീയും നിന്നോടുകൂടെ യഹൂദ്യയും വീഴുവാൻ വേണ്ടി അനർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്തിന്? എന്നാൽ അമസ്യ കേട്ടില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യെഹോവാഷ് ചെന്നു യഹൂദയ്ക്കുള്ള ബേത്ത്ശേമെശിൽ വച്ച് അവനും യഹൂദ രാജാവായ അമസ്യായും തമ്മിൽ ഏറ്റുമുട്ടി. യഹൂദ ഇസ്രായേലിനോട് തോറ്റു. ഓരോരുവൻ താൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. അഹസ്യായും മകനായ യെഹോവാഷിൻ്റെ മകൻ അമസ്യ എന്ന യഹൂദ രാജാവിനെ ഇസ്രായേൽ രാജാവായ യെഹോവാഷ് ബേത്ത്ശേമെശിൽ വച്ച് പിടിച്ചു യെരൂശലേമിലേക്ക് വന്നു. യെരൂശലേമിൻ്റെ മതിൽ എഫ്രായിം പടിവാതിൽ മുതൽ കോൺപടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ ആലയത്തിലും രാജഗൃഹത്തിലെ ഭണ്ഡാരത്തിലും കണ്ട മുഴുവൻ പൊന്നും വെള്ളിയും സകല ഉപകരണങ്ങളും എടുത്ത് ബന്ദികളെയും പിടിച്ചുകൊണ്ട് ശമര്യയിലേക്ക് മടങ്ങിപ്പോയി. യെഹോവാഷ് ചെയ്ത മറ്റുള്ള കാര്യങ്ങളും അവൻ്റെ വീര്യപ്രവൃത്തികളും അവൻ യഹൂദ രാജാവായ അമസ്യയോട് യുദ്ധം ചെയ്തെന്ന് ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പിന്നെ യെഹോവാഷ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ ശമരിയായിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു.
അവൻ്റെ മകനായ യെരോബെയാം അവൻ്റെ സ്ഥാനത്ത് രാജാവായി. ഇസ്രായേൽ രാജാവായ യെഹോവാഹാസിൻ്റെ മകനായ യെഹോവാശിൻ്റെ മരണശേഷം യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമസ്യ 15 സംവത്സരം ജീവിച്ചിരുന്നു. അമസ്യായുടെ മറ്റുള്ള കാര്യങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. യെരൂശലേമിൽ അവന് വിരോധമായി ഒരു ഗൂഢാലോചന ഉണ്ടായി. അവൻ ലാഗീശിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അവർ അവൻ്റെ പിന്നാലെ ലാഗീശിലേക്ക് ആളയച്ചു. അവിടെ വെച്ച് അവനെ കൊന്നു. അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നു യെരൂശലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ സംസ്കരിച്ചു. യഹൂദാ ജനമെല്ലാം കൂടി 16 വയസ്സ് പ്രായമുള്ള അസര്യാവിനെ കൊണ്ടുവന്ന് അവൻ്റെ പിതാവായ അമസ്യായ്ക്ക് പകരം രാജാവാക്കി. രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലത്ത് പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടു കൊടുത്തതും ഇവൻ തന്നെ. യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമസ്യായുടെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകൻ യെരോബെയാം രാജാവായി. ശമര്യയിൽ 41 സംവത്സരം ഭരിച്ചു. അവൻ ദൈവത്തിന് അനിഷ്ടമായവ ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല. ഹേഫെർക്കാരനായ അമിതായിയുടെ മകനായ യോന പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മൂലം ഇസ്രായേലിൻ്റെ ദൈവം അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹാമാത്തിൻ്റെ അതിർത്തി മുതൽ സമതലത്തിലെ കടൽ വരെ ഇസ്രായേലിൻ്റെ ദേശത്തെ വീണ്ടെടുത്തു. ഇസ്രായേലിൻ്റെ ദുരിതം എത്രയും കഠിനം. സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല. ഇസ്രായേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്ന് ദൈവം കണ്ടു. ഇസ്രായേലിൻ്റെ പേര് ആകാശത്തിൻ കീഴിൽ നിന്നും മായ്ച്ചു കളയും എന്ന് ദൈവം അരുളി ചെയ്യാതെ യോവാശിൻ്റെ മകനായ യെരോബെയാം മൂലം അവരെ രക്ഷിച്ചു. യെരോബെയാമിൻ്റെ മറ്റുള്ള കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം, അവൻ യുദ്ധം ചെയ്തതും യഹൂദയ്ക്ക് ഉണ്ടായിരുന്ന ദമസ്കോസും ഹമാത്തും ഇസ്രായേലിന് വീണ്ടെടുത്തതിൽ അവൻ കാണിച്ച വീര്യവും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യെരോബെയാം ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ സഖര്യ അവന് പകരം രാജാവായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.